ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജേർണി വിത്ത് സൗരു ആൻഡ് ചാരു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിൽ രാവിലെ നമ്മളൊരു താഴെ തന്നെയുള്ള ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് പോകുന്ന മൈസൂരൊക്കെയാണ്. അപ്പോൾ നമ്മൾ KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ചാരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞില്ല, അപ്പോൾ ഇപ്പോൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇത്തിരി നേരത്തെയാണ് വന്നത്. അപ്പോൾ നമ്മളിവിടെ കുറേ സമയം ഇവിടെ വെറുതെ നിന്നു. അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറാൻ പോകുന്നത്. അപ്പോൾ KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മൈസൂരത്തേക്ക് എത്താൻ 2.5 മണിക്കൂർ സമയമാണ് എടുത്തത്. അപ്പോൾ വന്ദേ ഭാരതിൽ നമുക്ക് ചെറിയ സ്നാക്സ് ഒക്കെ തരും, സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൂങ്കാൽ, കേക്ക്, അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. സപ്ലൈ ചെയ്ത കൂട്ടത്തിൽ കോഫി പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ഒരു ചൂടുവെള്ളം കൊണ്ടുവന്നു. അപ്പോൾ ചാരു ഒരു ട്രെയിനിൽ വെച്ചൊരു കോഫി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് അവൾ ചെയ്യുന്നത്. അമ്മ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവൾ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വാശി പിടിച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു കോഫി അവൾ തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. സൂപ്പർ ടേസ്റ്റ് ആണെന്ന് അവൾ തന്നെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് അവിടെ തന്നെ ഉള്ള ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് അങ്ങനെ അവിടെ വന്ന് നമ്മൾ ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മൈസൂർ പാലസ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മൾ. ഇതാണ് മൈസൂർ പാലസ്. ഇതിൻ്റെ വേറൊരു സൈഡാണ്. എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന അപ്പുറത്തെ സൈഡിലാണ്. ഇതിപ്പോൾ എൻട്രൻസ് ആണ്. നമ്മൾ അങ്ങോട്ടേക്ക് കയറി. ഇവിടെ ഫുഡ് വെയർ അലൗഡ് അല്ല. മൈസൂർ പാലസിൻ്റെ വേറൊരു പേരാണ് അംബാവില്ലാസ് പാലസ്. വടയാർ രാജവംശത്തിൻ്റെ കാലത്താണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഏകദേശം 400 വർഷത്തോളം മൈസൂർ ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു വടയാർ രാജവംശം. പഴയ കൊട്ടാരം തടിയിലാണ് പണിഞ്ഞിരുന്നത്. അത് കത്തിപ്പോയതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് പുതുക്കി പണിതത്. അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് പാലസിൽ മുമ്പോട്ടേക്ക് പോവുകയാണ്. പഴയ രാജവംശത്തിൻ്റെ കുറേ സിംഹാസനങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ കുറേ ഹിസ്റ്ററിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കുറേ രാജാക്കന്മാരുടെ വാക്സ് മോഡലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളൊക്കെ ഇവിടുത്തെ ഗാലറിയിൽ നമ്മൾ കണ്ടു. കുറേ നടന്നതുകൊണ്ട് നന്നായിട്ട് കാല് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് പുറത്തേക്ക് എത്തി. അപ്പോൾ നമ്മൾ ചായയൊക്കെ മേടിച്ചെടുത്ത് പുറത്തിരിക്കുകയാണ്. ഇതാണ് മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. നമ്മൾ ശരിക്കും അവിടെ വെയിറ്റ് ചെയ്തത് ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് 7 മണിക്കാണ്. ഇപ്പോൾ വൈകിട്ടായതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ
കയറിയപ്പോഴാണ് അവിടെ ഡബിൾ ഡെക്കർ ബസ് കണ്ടത്. അങ്ങനെ നമ്മൾ അതിൽ കയറി. അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലിരുന്നാൽ അതിൽ റൂഫില്ല. നമുക്ക് മൈസൂർ മൊത്തം അവർ സിറ്റി റൗണ്ട് കാണിച്ച് തന്നിട്ട് തിരിച്ച് മൈസൂർ പാലസിൻ്റെ മുമ്പിൽ തന്നെ ലൈറ്റ് ഷോയുടെ സമയമാകുമ്പോൾ കൊണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൽ മൈസൂർ ഫുള്ള് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു അത്. കയറണോ വേണ്ടതെന്ന് ആദ്യം കുറേ ആലോചിച്ചിട്ട് അവസാനം കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു സൂപ്പർ യാത്രയാണെന്ന്. മൈസൂരിലെ പ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ഥലങ്ങളും നമുക്കിതുവഴി കാണാനും അവിടെ ഉണ്ടായിരുന്ന ഗൈഡ് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെ മൈസൂർ ഫുള്ള് ചുറ്റിക്കറങ്ങിയതിന് ശേഷം കൃത്യം 7 മണിയായപ്പോൾ തന്നെ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിൽ അവർ കൊണ്ടുവന്ന് എത്തിച്ചു തന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല തിരക്കായി തുടങ്ങി. ലൈറ്റ് ഷോ കാണാനായിട്ട് മാത്രം കുറേ ആൾക്കാർ അവിടെ വരുന്നുണ്ടായിരുന്നു. മൈസൂർ പാലസിൽ ഏകദേശം 1,00,000 ബൾബോളം ഒരുമിച്ച് തെളിയിച്ചാണ് ലൈറ്റ് ഷോ സജ്ജീകരിച്ചിരിക്കുന്നത്. ഫുള്ള് ബൾബ് തെളിയിച്ച് നിൽക്കുമ്പോൾ മൈസൂർ പാലസ് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ ചാരി ഒരു കളിപ്പാട്ടം വാങ്ങിത്തരാൻ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ നമ്മളത് വാങ്ങി പാലസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ കളിക്കുകയാണ്. അങ്ങനെ നമ്മൾ അത് വെച്ച് കുറേ നേരം കളിച്ചു. ചാരുവിന് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞു കൊടുത്താണ് ചെയ്യിപ്പിച്ചത്. കുറേ നേരം കളിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് മൈസൂരിലെ 2ാമത്തെ ദിവസം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ബൈ.